ഹായ് ഹലോ മിസ്സസ് മെല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സഞ്ചാരം വീഡിയോ ആണ്. എന്ത് തരം സഞ്ചാരമാണെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ മുഴുവനും കാണുമ്പോൾ മനസ്സിലാവും. കാനഡയിലെ ഒരു പ്രധാനപ്പെട്ട മരമാണ് മേപ്പിൾ മരം പല സീസണിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ കാനഡയിലെ പല പല സീസണുകൾ നിങ്ങൾക്ക് കാണാം. ഈ ഒരു വീഡിയോയിൽ എല്ലാ സീസണും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിൻ്റർ സീസൺ, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഫോൾ സീസൺ. മഞ്ഞുകാലത്ത് നമുക്ക് മൊട്ടയായിട്ടുള്ള മരങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഈ മരങ്ങളൊക്കെ എങ്ങനെ മൊട്ടമരങ്ങളായി ഈ വീഡിയോ മുഴുവനും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണം മനസ്സിലാവും. മഞ്ഞൊക്കെയല്ലേ, നല്ല കട്ട തണുപ്പും. അപ്പോൾ മരങ്ങൾ വിചാരിച്ചു ഒന്ന് ചെറുതായിട്ട് ഉറങ്ങാമെന്ന്, വെയിലൊക്കെ തട്ടുമ്പോൾ എണീക്കാമെന്ന് വിചാരിച്ച് മഞ്ഞുകാലത്ത് മുഴുവനും ഈ മരങ്ങൾ ഉറക്കമായിരിക്കും. ഈ മേപ്പിൾ മരം ഒന്നൊന്നര ഉറക്കമായിരുന്നു കേട്ടോ. സ്പ്രിംഗ് സീസൺ ആയപ്പോഴാണ് ഈ മേപ്പിൾ ട്രീ ഉറക്കം എണീറ്റത്. അങ്ങനെ സ്പ്രിംഗ് സീസണിൽ മേപ്പിൾ മരത്തിൽ പുതിയ പുതിയ മൊട്ടുകളൊക്കെ വന്നു. ആദ്യം കായ്ക്കുന്നത് പൂവാണ്, പിന്നീടാണ് ഇലകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ മരത്തിൽ കാണുന്നതൊക്കെ പൂമൊട്ടുകളാണ്. ഇത് കണ്ടോ, ചുവന്ന ഇലകളുള്ള ഒരു മേപ്പിൾ മരത്തിൻ്റെ പൂവാണിത്. പൂവെല്ലാം മുഴുവനായിട്ട് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇലകൾ ഉണ്ടാകുന്നത്. മേപ്പിൾ മരത്തിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ മേപ്പിൾ മരത്തിൻ്റെ ഇലകൾ മാത്രമാണ് ഞാൻ ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ സ്പ്രിംഗ് സീസണിൽ മേപ്പിൾ മരത്തിൻ്റെ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ പൂക്കളും നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, സ്പ്രിംഗ് സീസണിലെ മേപ്പിൾ മരമാണ്. മഞ്ഞുകാലത്ത് മൊട്ടയായിട്ട് നിന്ന മേപ്പിൾ മരമാണെന്ന് ഈ മരം കണ്ടാൽ പറയോ? ഇതിപ്പോഴും സ്പ്രിംഗ് സീസണിൽ നിൽക്കുന്ന മേപ്പിൾ മരമാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ സമ്മർ സീസണിലെ മേപ്പിൾ മരത്തിൻ്റെ ലുക്ക് നമുക്ക് കാണാം. ഇതാണ് സമ്മർ സീസണിലെ മേപ്പിൾ മരം. പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇലകൾ മാത്രമായിട്ടാണ് ഇപ്പോൾ മേപ്പിൾ മരത്തിൻ്റെ നിൽപ്പ്. ഇലകൾ മാത്രമല്ല, കായ്കളുമുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ കായ്കളും കാണാം. ഇലയും കായും ഏകദേശം ഒരേ നിറമാണ്.
ഈ കായ്ക്കുള്ളിൽ ചെറിയൊരു വിത്തുമുണ്ട്. ഇത് കണ്ടോ, മേപ്പിളിന്റെ ഉണങ്ങിയ വിത്തുകളാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മേപ്പിളിന്റെ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ ഇലകൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മേപ്പിൾ ലീഫിന്റെ ഈ പല സീസണിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ മരത്തിലെ ഓരോരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങിയത്. മേപ്പിൾ ലീഫിന്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ നമുക്ക് ഫോൾ സീസണിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ വിന്റർ സീസണിലായിരുന്നു, പിന്നീട് സ്പ്രിംഗ് സീസണിലായി, പിന്നീട് സമ്മർ സീസൺ വന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോൾ സീസണിലെ മേപ്പിൾ മരത്തിന്റെ ഭംഗിയാണ്. ഫോൾ സീസണിൽ എത്തുമ്പോൾ കായ്കളൊന്നുമില്ല, ഇലകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സമ്മർ സീസണിൽ പച്ച ഇലകൾ മാത്രം കണ്ട ഈ മേപ്പിൾ മരം ഫോൾ സീസണിലോട്ട് എത്തുമ്പോൾ പല പല നിറങ്ങളുള്ള ഇലകളായിട്ട് മാറുന്നു. ഫോൾ സീസണിലെ മേപ്പിൾ മരം കാണാൻ പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഈ ഒരു ഭംഗി നമുക്ക് ഏറെ നാൾ ആസ്വദിക്കാൻ പറ്റില്ല. ഫോൾ സീസൺ എന്ന് പറയുമ്പോൾ ശിശിരകാലം, ഇലകൾ കൊഴിയുന്ന കാലമാണ്. അങ്ങനെ മഞ്ഞുകാലത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഈ മേപ്പിൾ മരങ്ങൾ. അങ്ങനെ ഫോൾ സീസണിൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് മഞ്ഞുകാലത്തിൻ്റെ തുടക്കമാകുമ്പോഴേക്കും എല്ലാ മരങ്ങളും മൊട്ടമരങ്ങളായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ ഓരോ സീസണിലും വ്യത്യസ്തമായിട്ടുള്ള ലുക്കിൽ നമുക്ക് ഈ ഒരു മേപ്പിൾ മരത്തിനെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിതിൽ ഏത് സീസണിലെ മേപ്പിൾ മരത്തിനാണ് ഇഷ്ടപ്പെട്ടത് എന്നുകൂടി കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മേപ്പിൾ മരത്തിൻ്റെ പല സീസണുകളിലായിട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ മേപ്പിൾ മരത്തിൻ്റെ യാത്ര ഈ ഒരു ഫോൾ സീസണിൽ അവസാനിക്കുന്നില്ല. ആ യാത്ര എല്ലാ സീസണുകളിലും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാനഡയിൽ മാറി മാറി വരുന്ന സീസണുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കിതിൽ ഏത് സീസണാണ് ഇഷ്ടപ്പെട്ടത് എന്നുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്